ഹരേ കൃഷ്ണ. ത്രിവേണി സംഗമത്തിൽ ഒരു സ്നാനത്തിനായി ഞങ്ങൾ പുറപ്പെട്ടു. അനേകം സൽക്കർമ്മങ്ങളുള്ളതിൽ ഒന്നാണല്ലോ തീർത്ഥയാത്ര. അയോധ്യ, കാശി എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അതിനൊന്നും സമയമായില്ല എന്നും കരുതി നടക്കുമ്പോഴാണ് സത്സംഗം കുടുംബത്തിലെ ശോഭ ചേച്ചി വിവേകാനന്ദയുടെ നോട്ടീസ് അയച്ചു തന്നത്. സാധാരണ പോലെ 2 മാസത്തിന് ശേഷം 12 ദിവസം എന്ന് കേട്ടപ്പോൾ മുടക്കം പറഞ്ഞു. പക്ഷേ കാശിനാഥൻ വിളിക്കുകയായിരുന്നു. ഗംഭീര യാത്രയപ്പായിരുന്നു ശോഭ ചേച്ചിയുടെ വീട്ടിൽ. ഉത്തർപ്രദേശിലെ വലിയ നഗരങ്ങളിലൊന്നായ പ്രയാഗ്രാജിലാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. കാവേരി ഹോട്ടലിൽ താമസിച്ച് രാവിലെ നേരത്തെ ത്രിവേണി സംഗമത്തിൽ കുളിക്കാനിറങ്ങി. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി. വലിയ വലിയ തീർത്ഥയാത്രകളിൽ ഇതുവരെ പങ്കെടുക്കാത്ത ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം പ്രയാഗ്രാജ് തിരഞ്ഞെടുത്തത് എന്ന് പലരും ചോദിച്ചു. പ്രയാഗസ്യ പ്രവേശനു പാപം നശ്യതി തൽക്ഷണം എന്നാണ്. അതായത് പ്രയാഗിൽ പ്രവേശിക്കുന്നതോടെ സർവ പാപങ്ങളും നശിക്കുന്നു എന്നാണ്. മാത്രമല്ല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിരിക്കുന്ന സ്ഥലമാണ് പ്രയാഗ്. അതുകൊണ്ട് തന്നെ ഇത് ദേവപ്രയാഗ് ആകുന്നു. ഹരിനാരായണ. എന്തിനാ നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നേ? അമ്പലത്തിൽ പോണു, പ്രാർത്ഥിക്കണു, നമസ്കരിക്കണു, വഴിപാടുകൾ ചെയ്യുന്നു. എന്തിനാ തീർത്ഥാടനം? പിൽഗ്രിമേജ്. What is the aim of pilgrimage? Anybody? നടത്താറുണ്ട്, ഒരുപാട് ശ്ലോകാസ് ജപിക്കാറുണ്ട് അല്ലേ? അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുത്താപിത പത്മയോനി ആനന്ദഭൂമാ മമ രോഗരാശിം ബ്രഹ്മാവ് സൃഷ്ടിയുടെ തുടക്കത്തിൽ പ്രകൃതിയാഗം നടത്താൻ തിരഞ്ഞെടുത്ത ഭൂമിയാണിത്. തീർത്ഥരാജ് എന്നാണിവിടെ അറിയപ്പെടുന്നത് തന്നെ. അതായത് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും രാജാവാണത്രേ ദേവപ്രയാഗ്. പാദപുരാണം പറയുന്ന പോലെ സൂര്യനെ പോലെയാണ് പ്രയാഗ്. എല്ലായിടത്തും ജ്വലിക്കുന്ന നക്ഷത്രം പോലെ. ബ്രഹ്മാണ്ഡപുരാണത്തിൽ പ്രയാഗിലെ സ്നാനത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് അശ്വമേധം ചെയ്ത ഫലമാണത്രേ ത്രിവേണി സ്നാനത്തിന്. സോമൻ, വരുണൻ, പ്രജാപതി എന്നിവരുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ ദേവപ്രയാഗ്. കൂടാതെ രാമായണത്തിലെ ഭരദ്വാജ മഹർഷി, മഹാഭാരതത്തിലെ ദുർവാസാവ് തുടങ്ങിയ മഹർഷീശ്വരന്മാരുടെ ഇരിപ്പിടമായിരുന്നു ഈ പ്രയാഗ്. ഭരദ്വാജ മഹർഷി BC 5000 ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് 10,000-ലധികം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ അടുത്ത് കുംഭമേള നടന്നില്ലേ, ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഒരുപാട് ഏക്കർ സ്ഥലം കുംഭമേളയ്ക്ക് വേണ്ടി വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടായാണ് ഉപയോഗിക്കുന്നത്. പുറത്തെ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിരുന്ന് യാത്ര ചെയ്ത ഞങ്ങൾ കാവേരി ഹോട്ടലിൽ നിന്നും ദേവപ്രയാഗിലെത്തി. അതായത് ത്രിവേണി സംഗമത്തിൽ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സഹയാത്രികരെ ശരിക്കും കണ്ടത്. കാരണം ഞങ്ങൾ 12 പേർ മാത്രമാണ് ട്രെയിനിൽ വന്നത്. ബാക്കിയുള്ളവർ അമേരിക്ക, ഉദയ്പൂർ, ബാംഗ്ലൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. ബസ് ഇറങ്ങി മണൽ കുഴച്ചുകൊണ്ടങ്ങനെ നടന്നു. കച്ചവടക്കാർ 4 പാടും കൂടി വിശാലമായി ഒഴുകുന്ന യമുനയെയാണ് ആദ്യം കണ്ടത്. കണ്ണൻ്റെ കാളിന്തി എന്നോർത്തു ഞാൻ. ഓരോരുത്തരായി ബസ്സിൽ നിന്നിറങ്ങി. ഞങ്ങൾ ആകെ 36 പേരുണ്ടായിരുന്നു. തമ്മിൽ പരിചയപ്പെടാനൊരവസരം കിട്ടാത്തതിനാൽ എല്ലാവർക്കും ഒരകൽച്ച ഉള്ളതുപോലെ തോന്നി. പക്ഷേ ഒരാഴ്ച കൂടിക്കഴിഞ്ഞ് പിരിഞ്ഞത് ഈ ഇറങ്ങുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല കേട്ടോ. എല്ലാവരും ആരുടെയൊക്കെയോ
ആരൊക്കെയോ ആയി മാറിയിരുന്നു അപ്പോഴേക്കും. ഏതായാലും പ്രയാഗ്രാജ് എന്ന ദേവപ്രയാഗിൻ്റെ മണ്ണിൽ ചവിട്ടാൻ കഴിഞ്ഞ സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്നു. ഓരോരുത്തരും ഇറങ്ങുമ്പോൾ അവരുടെ എല്ലാം വീഡിയോ എടുത്തു. കാരണം ആരൊക്കെയാണ് ഗ്രൂപ്പിൽ കൂടെ വന്നിരുന്നത് എന്നും മറ്റും പിന്നീട് നോക്കുമ്പോൾ വേഗം മനസ്സിലാക്കാലോ എന്നും വിചാരിച്ചു. ചിലർ എന്തോ മറന്ന് തിരിച്ചു കയറുന്നുണ്ടായിരുന്നു. കാലിഫോർണിയക്കാരൊക്കെ കൂടെയുണ്ട് എന്ന് കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ ഒരു പേടി തോന്നിയിരുന്നു. പക്ഷേ അവർ നമ്മൾ വിചാരിച്ചതിലും ഉന്നതങ്ങളിലായിരുന്നു. ഒരു പുഞ്ചിരിയോടെ, ഭാഷ അറിയില്ലെങ്കിലും അവരെല്ലാവരും നമ്മോട് സൗഹൃദം കാണിച്ചു. ആ മണൽപ്പരപ്പിലൂടെ അലങ്കരിച്ച ഒട്ടകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനെയും കടന്ന് നദീതീരത്തേക്ക് ഓടി വീഡിയോ എടുക്കാൻ. വിശാലമായ യമുനാ നദിയും നദിക്കരയും കണ്ട് ഞാൻ ഓടി തിരിച്ചു വന്നു. ബലികർമ്മങ്ങൾ ചെയ്യിക്കാനുള്ള പണ്ഡിറ്റിൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ടായിരുന്നു കൂടെയുള്ളവർ. ഞങ്ങളുടെ ബാഗും സാധനങ്ങളുമെല്ലാം അവിടെ വെച്ച് തോർത്തെടുത്ത് ബോട്ടിനരികിലേക്ക് നടന്നു ഞങ്ങൾ. ബോട്ടിൽ കയറി യമുനയിലൂടെ ഒരു യാത്ര. വിശാലമായ നദി ആയതുകൊണ്ടാണ് തിരക്ക് തോന്നാത്തത്. നമ്മുടെ നാട്ടിലെ പോലെ വൃത്തിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വെറുതെയല്ല നമ്മുടെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എന്ന് തോന്നി എനിക്കപ്പോൾ. ഏതായാലും ഭഗവാന്റെ പാദം പതിഞ്ഞ നദിയല്ലേ എന്നും കരുതി കുളിക്കാൻ നടന്നു ഞങ്ങൾ. ഒരു ബോട്ടിൽ 10 പേരായിരുന്നു. ജോഡിയായി വന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരെല്ലാം തൻ്റെ പ്രാണനാഥൻ്റെ കൂടെ തന്നെ നടക്കാനും ബോട്ടിങ്ങിനും ശ്രദ്ധിച്ചു. ഒറ്റപ്പെട്ടവർക്ക് പിന്നെ എന്ത്? സർവം കൃഷ്ണമയം, ശിവമയം, ഗംഗാമയം. നിറഞ്ഞ സന്തോഷത്തോടെ ബോട്ടിൽ കയറാൻ തുടങ്ങി ഞങ്ങൾ. അപ്പോഴും എൻ്റെ നോട്ടം ചുറ്റിനും ആയിരുന്നു. വീതിയേറിയ നദി, വൃത്തിയില്ലാത്ത ജനങ്ങൾ, ഇടയ്ക്കിടെ കാണുന്ന കച്ചവടക്കാർ, പിന്നെ ഒരു പ്രത്യേക തരം മണ്ണും. ഞങ്ങളുടെ ടീമിൽ 36 പേരുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഒന്നിച്ചു വരാൻ വളരെ പ്രയാസമായിരുന്നു. പലരും പല പ്രായക്കാരാണ്. റെഡിയായവരെല്ലാം വരിവരിയായി വന്ന് ബോട്ടിൽ കയറി. ഞാൻ ആ മണ്ണിലേക്കും നോക്കി നിന്നു. വെള്ളത്തിനടുത്ത് വരുംതോറും മണലല്ല, ഒരു തരം ചെളിമണ്ണായിരുന്നു. കാത്തുനിപ്പിനൊടുവിൽ ഒരു ബോട്ടിൽ കയറിയിരുന്നു. ഈ കൊപ്പം മുളയങ്കാവിൽ നിന്ന് ഒരു പണിക്കരും ഭാര്യയും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ശോഭ ചേച്ചിയും. പിന്നെ കണ്ണൂരിൽ നിന്നുള്ളവരും എൻ്റെ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറിയിരുന്ന് അവർ കുശലം പറയാൻ തുടങ്ങി. ചിലർ എണ്ണമെടുത്തു. 10 തന്നെയല്ലേ, ബാലൻസ് തെറ്റുന്നുണ്ടോ എന്ന്. മോനെ, ഞങ്ങൾ വീഴരുത്. ഗ്രൂപ്പിലിട്ടോളെ അമ്മ ഹിന്ദി യാദ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. यमुना माता जय, सरस्वती माता जय, अपने माता पिता जय, बोट में बैठने वालों की जय। और दूर जाने का झंडा दिख रहे हैं ना, उधर जाने का अभी प्लेटफॉर्म बना हुआ है। कड़ाने का है तेरा तेरा तून ते तून ते तून तेरा तो पेतो മതി.
അവര് ഓടി ഓടി വരും. പാസ് ചെയ്താ മതി. ഫോട്ടോ വല്ല എന്ത് പിടിക്കണം, മൊബൈലിൽ ശ്രദ്ധിക്കണം. बोलो वो सरस्वती नीचे से अच्छे से वो अंतर बनी रहती है, वो दिखता नहीं. इधर में केवल 2 कलर जल दिखते हैं. यमुना ग्रीन रहते, गंगा लाइट ग्रीन रहती, मिट्टी कलर. कौन सा कलर है अभी? कौन सा कलर है? यमुना नदी है. अब उधर में चलेंगे ना, आपको स्नान कराएगा, स्नान करा के आपको जल दिखाएगा, जल दिखा के तब रेटिंग होगा. ये पूरा मिलके सीधा काशी को जाता है. काशी में 5 नदी है. 5 नदी कैसे है? 2 नदी काशी में रहते हैं, इसको बोलते हैं वरुणा नासिक, वाराणसी. 2 नदी काशी में हो गया, 3 नदी इधर हो गया, पूरा मिलके सीधा काशी हो गया. काशी में 5 नदी हो गया. काशी में शुद्ध गंगा नहीं है. क्यों नहीं है? बोले तो मणिकंठा घाट, मसान घाट, इसलिए शुद्ध गंगा नहीं रहती. शुद्ध गंगा कहाँ मिलेगा अम्मा? गौमुख, हरिद्वार, ऋषिकेश, कानपुर, बद्रीनाथ, केदारनाथ, फर्स्ट प्रयागराज को यहाँ मिलेगा. वाराणसी का कौन सा वाला मैडम? वरुणा नासी, वाराणसी. नाग मेला, कुंभ मेला इधर होता है. इधर ही होता है ना? एक दिन इतना पब्लिक रहते हैं, आपको ज्यादा से ज्यादा हेड ही हेड दिखेगा. हो जाता है एक आदमी का 1000, 2000, 3000, 4000 ऐसा होता है. आपको 12 किलोमीटर अप एंड डाउन रहेगा बोट. इस टाइम क्या 2 किलोमीटर अप एंड डाउन. अभी कितना किलोमीटर है? अभी 2 किलोमीटर. ये पूरा टेंडर है सर, ये पूरा टेंडर है. केवल बोट ड्राइवर है, बोट का पैसा सब. ये बोट का पैसा बोट मालिक. യമുനയിലൂടെയാണ് നമ്മൾ പോകുന്നത്, ഇനി എൻ്റർ ചെയ്യുന്നത് ഗംഗയിലേക്കാണ് എന്ന് പറഞ്ഞതും പലരും സരസ്വതിയെ അന്വേഷിക്കാൻ തുടങ്ങി. क्या बोलते हैं? ये आपको पूरा प्लेस पूरा वाटरफुल रहेगा. आपको प्लेस इधर में केवल वाटर ही वाटर रहेगा. अरे आराम से मतवा लगा ले यार. आम देखा थे അതെ നോക്കിക്കോട്ടോ, നമ്മളിപ്പോ ഗംഗയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാ. 2 തരം കളർ കണ്ടോ? വെള്ളം. എല്ലാരും നോക്ക് നോക്ക്, വെള്ളത്തിന്റെ കളർ ചേഞ്ച് നോക്ക്. देखा देखा देखा. ഗംഗയും യമുനയും യോജിച്ചു. बोलो गंगा माता ജയ്. यमुना माता सरस्वती माता ജയ്. आगे हम ना महीने में खराब हो जाएगा. ये गंगा नदी कभी खराब नहीं होता. हम लोग को गंगा नदी पे पानी नहीं लेके जाने का. कम रहता है, 10 फीट 20 फीट रहेगा. उसका रिवर ज्यादा रहेगा. कलर ग्रीन हो गया ना अम्मा. എത്ര കൊല്ലം ഇരുന്നാലും കേടുവരില്ല വെള്ളം. അതില്ല, അതൊന്നാള് നമ്മുടെ ആൾക്കാർ പലയിടത്തും വല ഉണ്ടാവും. ഇവിടെ എവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ രസകരമായ യാത്രയ്ക്കൊടുവിൽ ഞങ്ങളെല്ലാവരും കൂടി ത്രിവേണി സംഗമത്തിലെത്തി. അവിടെ വെള്ളത്തിലിറങ്ങി 3 തവണ മുങ്ങിയതിനു ശേഷം ഞാൻ ആദിത്യ ഭഗവാന് നേരെ തിരിഞ്ഞു നിന്ന് ഗായത്രി ചൊല്ലി സമർപ്പിച്ചു. ഞങ്ങളുടെ ടീമിൽ
കുറച്ച് പേരെ മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെക്കാൾ പ്രിയവും അത് ചെയ്യാനുള്ള താല്പര്യവും കണ്ടത് അവർക്കാണോ എന്ന് തോന്നിപ്പോയി ചില സമയങ്ങളിൽ. അവരെല്ലാവരും ഇറങ്ങി വെള്ളത്തിൽ നിന്നും മുങ്ങിയും എല്ലാം വിവിധ പോസുകളിൽ ഫോട്ടോസ് എടുത്തു. ചുറ്റിനും വന്ന ഞങ്ങളുടെ ബോട്ടുകളുടെ എല്ലാം ഫോട്ടോസ് അവർ പകർത്തിയിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ ക്യാപ്റ്റൻ. കാലുകൊണ്ട് തീരെ വയ്യെങ്കിലും തീർത്ഥാടനത്തിനുള്ള ആഗ്രഹം കാരണം ഞങ്ങളുടെ എല്ലാം കൂടെ എല്ലായിടത്തേക്കും വന്നു. ചില സമയങ്ങളിൽ വീൽ ചെയറിൻ്റെ സഹായം തേടി. ഇത് എൻ്റെ കൂടെ കുളിക്കാൻ ബോട്ടിൽ വന്നവർ. അവരെല്ലാം കുളി കഴിഞ്ഞ് തിരിച്ച് കരയിലണഞ്ഞു. കയറാൻ ആ ബോട്ടിലെ പയ്യന്മാർ ഞങ്ങളെല്ലാം സഹായിച്ചു. സത്യം പറഞ്ഞാൽ ടിപ്പിൻ്റെ ഒരു നാടാണ് നോർത്ത് ഇന്ത്യ. ഈ ബോട്ടിലെ പയ്യന്മാരും വളരെ സന്തോഷപൂർവ്വം നമ്മുടെ അടുത്ത് വന്ന് തൊഴുതു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ശോഭ ചേച്ചി പറഞ്ഞത്, അവർ ടിപ്പിനു വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. ഏതായാലും ഒരു ചെറിയ ടിപ്പ് നൽകി ഞങ്ങൾ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. വില പേശാൻ അവർ മിടുക്കന്മാരാണെന്ന കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് പ്രകാശ് ജി, അമേരിക്കയിൽ നിന്നും. സുന്ദരമായ ഒരു ചിരിയുമായി എല്ലാവരുടെ അടുത്തും വന്ന് കുഞ്ഞു സംസാരങ്ങൾ പങ്കുവച്ച് ഒരുപാട് ചിരിക്കുന്ന വ്യക്തി. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാം ബലിതർപ്പണത്തിനുള്ള ഇല കൊണ്ടുള്ള പ്ലേറ്റും അതിൽ ചോറുരുളയും റെഡിയായിരുന്നു. മറ്റൊരു ഫാമിലി അവിടെ ഇരുന്ന് മറ്റൊരു പണ്ഡിറ്റിൻ്റെ മുന്നിൽ അവരുടെ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറി ചെന്നത്. രാമപാദം ചേരണേ രാമപാഹിമാ രാമ 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 രാമ. ഞങ്ങളെല്ലാവരും ആ അന്നത്തിൻ്റെ ഉരുള ഇരുന്ന് ഉരുട്ടാൻ തുടങ്ങി. 18 ഉരുളകളാക്കാനാണ് പണ്ഡിറ്റ് പറഞ്ഞത്. എല്ലാവരും അതതുപോലെ നിർവഹിച്ചു. അതിനിടയ്ക്ക് ചില പയ്യന്മാർ വന്ന് ഞങ്ങളുടെ ഇലയിൽ പൂക്കളും അരിയും എള്ളും എല്ലാം തന്നു. കൂടാതെ കുങ്കുമവും മഞ്ഞളും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഗ്ലാസ്സിൽ വെള്ളവും വച്ച് തന്നു. 3 ഭാഷകളും അറിയുന്ന പണ്ഡിറ്റ് അതിനുശേഷം അവിടെ വന്നിരുന്നു. ഞങ്ങളോട് ഉരുളകളെല്ലാം ഉരുട്ടാൻ നിർദ്ദേശം തന്നു. ശേഷം ഓരോ കാര്യങ്ങളായി ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം വിശദമാക്കി തന്നു. കാരണം നമ്മളുടെ കൂടെ ഹിന്ദി പിന്നെ ഇംഗ്ലീഷും അറിയുന്ന വ്യക്തികളാണ് അമേരിക്കയിൽ നിന്നും ഉദയ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു 12-16 പേർ മാത്രമാണ് മലയാളികൾ എന്ന നിലയിൽ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെറ്റിലയും കൊണ്ടുവന്നു വച്ചു. കുറച്ച് സമയത്തിന് ശേഷം ആ വെറ്റിലയിൽ പഴവും വെച്ചു തന്നു. എത്രയോ തവണ പിതൃതർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിലും ദേവപ്രയാഗ് എന്ന ദേവഭൂമിയിലെത്തി ഒരു പിതൃതർപ്പണം എന്ന ആ ആഗ്രഹം ഇവിടെ സഫലമാവുകയായിരുന്നു. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് എന്നാണല്ലോ. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ആ നനഞ്ഞ തുണിയിൽ കുളിച്ചു വന്ന് അങ്ങനെ ഇരുന്ന് ഉരുളകൾ ഉരുട്ടിത്തുടങ്ങി. അതിനിടയ്ക്ക് ശ്രാദ്ധകർമ്മം ചെയ്യാത്ത വ്യക്തികൾ ഞങ്ങളുടെ എല്ലാം വീഡിയോകളും ഫോട്ടോകളും പകർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ
ഇന്ന് ഇത് അതേപോലെ പറഞ്ഞ് മറ്റുള്ളവർക്ക് നൽകാൻ വീഡിയോ ആക്കാൻ എനിക്ക് സാധിച്ചു. ആ കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിയകളും കർമ്മങ്ങളും എല്ലാം ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എല്ലാം സത്യം പറഞ്ഞാൽ പുതിയ ഒരു അനുഭവം. ഒരുമയുടെ, കൂട്ടായ്മയുടെ ആ നിമിഷങ്ങൾ, അത് വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. പ്രകാശ് ജി ഞങ്ങളുടെ എല്ലാം വീഡിയോസ് അതാത് സമയങ്ങളിൽ പകർത്തി ഗ്രൂപ്പിലിട്ടുകൊണ്ടേയിരുന്നു. പഴവും കൂടി എത്തിയതോടെ കർമ്മങ്ങൾ തുടങ്ങാം എന്ന് മനസ്സിലായി. ഉരുളകളെല്ലാം ഉരുട്ടി ഭംഗിയായി വച്ചു എല്ലാവരും. ആ സമയത്ത് നമ്മളുടെ ബാബു ചേട്ടൻ, അതായത് ടൂർ മാനേജർ, വന്ന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. അതെല്ലാം കേട്ട് ആ നനഞ്ഞ ചുരിദാറിൽ തണുത്ത് വിറച്ച് ഞങ്ങളങ്ങനെ ഇരുന്നു. തിരുനാവായ പോയി ബലിതർപ്പണം ചെയ്യുമ്പോൾ സാധാരണ ആ പടവുകളിലാണ് ഇരിക്കാറ്. അതിനു മുമ്പ് അമ്മയുടെ കൂടെ പുഴക്കടവിൽ പോയാൽ ആ മണലിൽ അമ്മ മണൽക്കൂന ഉണ്ടാക്കി അതിനു മുകളിൽ ദർഭപ്പുല്ലുകൊണ്ട് പിതൃക്കൾക്ക് തൽപ്പം വിരിച്ച് കറുകയും ചെറുളയും എല്ലാം ചേർത്ത് ഞങ്ങൾക്ക് പിതൃതർപ്പണം ചെയ്യാൻ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഏതായാലും ബലിതർപ്പണം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങൾ ആ ഇലപ്ലേറ്റുകൾ യമുനയിൽ കൊണ്ടുപോയി ഒഴുക്കി. നമ്മുടെ നാട്ടിൽ പിതൃക്കൾക്ക് പിണ്ടം വച്ചതിന് ശേഷം വെള്ളത്തിലിറങ്ങി ഓം നമഃ ശിവായ ജപിച്ച് പിറകോട്ടിടാൻ നമ്മുടെ പണ്ഡിതന്മാർ പറയാറുണ്ട്. ശേഷം വന്ന് പണ്ഡിറ്റിന് ദക്ഷിണ, അതായത് അന്നദാനത്തിനുള്ള പണം സമർപ്പിച്ച് ആശീർവാദം വാങ്ങിച്ചു. എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ നൽകി. പകരം അദ്ദേഹം ചില പ്രസാദങ്ങളും ഞങ്ങൾക്ക് നൽകി. ശോഭ ചേച്ചിയുടെ ചിരകാല അഭിലാഷങ്ങളിൽ ഒന്നായിരിക്കാം ഈ ദേവപ്രയാഗ്. അതും സാധിച്ചു. അത് കഴിഞ്ഞ് നേരെ യമുനയുടെ തീരത്തേക്കാണ് ഞാൻ നടന്നത്. അവിടെ ഒരു കവാടം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു. കൂടാതെ ആ പുഴയുടെ തീരത്ത് ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വലിയ പരിപാടികളൊക്കെ നടത്താനാണെന്ന് തോന്നും. പല സജ്ജീകരണങ്ങളും ഞാനവിടെ കണ്ടു. നിവർന്ന് കിടക്കുന്ന ആ കാളിന്തിയുടെ ഒരു വീഡിയോ കൂടി എടുത്ത് ഞാൻ ആ കവാടം കടന്ന് വീണ്ടും എൻ്റെ ടീമിൻ്റെ അടുത്തേക്ക് വന്നു. യമുനാ നദിയുടെ തീരത്ത്, കണ്ണൻ്റെ കാളിന്തിയുടെ തീരത്ത് അങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു സുഖം തോന്നി. എത്ര വീതിയാണ് ആ പുഴയ്ക്ക്! എത്ര ജനങ്ങളാണ് അവിടെ വന്ന് ത്രിവേണി സംഗമത്തിൽ കുളിച്ച് പാപം തീർക്കുന്നത് എന്നെല്ലാം ചിന്തിച്ച് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞാൻ ആ ഒട്ടകത്തെ കണ്ടു. പാവം പൊരിവെയിലത്ത് അതിനെ അലങ്കരിച്ചങ്ങനെ നടത്തുന്നു. ആരെങ്കിലും ഒക്കെ വന്ന് കയറി സവാരി ചെയ്താൽ പൈസ കിട്ടാനാവാം. അങ്ങനെ അന്നത്തെ ദേവപ്രയാഗിലെ തർപ്പണം കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യാത്ര.